ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നതാ ഒരു വെജിറ്റബിൾ ഡിഷ് ആയിട്ടാണ് വന്നത്. നമ്മൾ ചിക്കൻ പാസ്ത ചെയ്തിരുന്നു അല്ലേ? അതിനേക്കാളും ഒരു പിടിയോടി മുമ്പിലുള്ള ഒരു വെജിറ്റബിൾ പാസ്ത. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, കിടിലൻ ടേസ്റ്റാ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടിപൊളി ഈ വെജിറ്റബിൾ പാസ്ത എങ്ങനെ തയ്യാറാക്കാൻ നോക്കും. അതേപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മൾ വീറ്റ് പാസ്ത ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഏത് വെച്ചും ചെയ്യാട്ടോ. ഹെൽത്തി പാസ്ത റെസിപ്പിയാണേ. ഇതാ നമ്മുടെ വെജിറ്റബിൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. തീ ഓൺ ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മള് കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒലീവും ബട്ടറും ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം, നെയ്യ് ഉണ്ടെങ്കിൽ എടുക്കാം. നെയ്യും സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഈ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇനി ഇതാ നമ്മളെ ബട്ടറൊക്കെ മെൽറ്റായി ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഒരു 3 വലിയ ചുള വെളുത്തുള്ളിയാണ്. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. ഇത് വെളുത്തുള്ളിന്റെ അളവ് കുറച്ച് കൂടി പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഓയിലിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ബട്ടറിന്റെ ആ ഇതും വെളുത്തുള്ളി കൂടി വരുമ്പോൾ സമയത്ത് ഇതാ ഇതിലേക്ക് 1 സവാള, നമ്മളെ വലിയ ഉള്ളി അങ്ങനെ ചതുരങ്ങളായിട്ട് മുറിച്ച് വെച്ചാണ്. ഒരു മീഡിയം സൈസ് സവാള ഉണ്ട്, അതുകൂടെ ചേർത്തി കൊടുക്കണ്ടേ. കൂടെ ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളക് നടുക്ക് ചീന്തി വെച്ചാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 250 ഗ്രാം മഷ്റൂം ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഈ കളർ ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ അരമണിക്കൂറോളം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നേ. എന്തെങ്കിലുമൊക്കെ മഷ്റൂം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ എന്തായാലും നമ്മൾ ഏത് മഷ്റൂം ഉപയോഗിക്കുകയാണെങ്കിലും ഒരു അരമണിക്കൂർ കഴുകിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായി വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി എടുത്ത് വെച്ചതാണ്. അപ്പം ഞാനത് ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോടുണ്ട്, ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പം ഞാൻ 2 ടീസ്പൂൺ ചേർത്തി കൊടുക്കട്ടെ കേട്ടോ. പിന്നെ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ കുറച്ച് ഇതിലേക്കുള്ള ഉപ്പുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറിഗാനോ ഇട്ടാൽ നമ്മൾ പാസ്തക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അതേപോലെ ഞാൻ 1/4 ടീസ്പൂൺ നമ്മുടെ ചതച്ച മുളകും എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇതുണ്ടോ, ഉപ്പൊക്കെ ഇട്ടപ്പോഴേക്ക് തന്നെ നമ്മള് മഷ്റൂം കൂണിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ മഷ്റൂമിന് പകരം നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾ ഇട്ടാലും മതി കേട്ടോ. നമ്മളെ കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ കട്ട് ചെയ്ത് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഇത് മാത്രം വേണമെന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് ഇപ്പം ഇതായതുകൊണ്ട് മറ്റേതില്ല, ഇത് ഉള്ളതുകൊണ്ട് ഇത് ചേർത്തുന്നേ ഉള്ളൂ. അപ്പം വേറെ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇതൊന്നിനി നമുക്ക് അടിച്ച് വെച്ചിട്ട് ഈ മഷ്റൂം ഒന്ന് വേവിക്കുക, പെട്ടെന്ന് തന്നെ വേവും. നമ്മുടെ മഷ്റൂം ഒക്കെ വെന്തുണ്ട്, പക്ഷെ മഷ്റൂം നിറഞ്ഞ് വെള്ളം ഉണ്ട് കേട്ടോ, വറ്റിയില്ലേ. അപ്പം മൂടി തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ആണ്, പാസ്ത ചേർത്ത് കൊടുക്കുക. അത് വീറ്റ് പാസ്ത കേട്ടോ എടുത്തത്. ഇതിപ്പോൾ 250 ഗ്രാം പാസ്ത ഉണ്ട്. ഇപ്പോൾ 2.5 ലിറ്റർ വെള്ളത്തിൽ ഉപ്പിട്ട് തിളച്ചതിന് ശേഷം പാസ്ത ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് പുഴുങ്ങിയിട്ട് പിന്നെ ഊറ്റിയെടുത്ത് വെച്ചതാണ്. ഞാൻ ഈ പാസ്ത ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കട്ടോ. ഈ പാസ്ത തന്നെ വേണമെന്നില്ല, മക്രോണി ആയാലും എടുക്കാം, ഏതും എടുക്കാം. അപ്പൊ അത് വീറ്റ് പാസ്ത ആണ്, ഒന്നുകൂടി ഹെൽത്തിയാണ്. നോർമൽ ആയാലും ഒരു കുഴപ്പമില്ല. മഷ്റൂം ഹെൽത്തിയാണ്, വീറ്റ് പാസ്ത ഹെൽത്തിയാണ്. അപ്പൊ ഒരു ഹെൽത്തി പാസ്ത റെസിപ്പി ആക്കാൻ വിചാരിച്ചു. അപ്പൊ ഈ വെള്ളത്തിലേ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളമല്ലേ, അപ്പൊ നല്ലൊരു ഫ്ലേവർ ആയിട്ട് ഈ വെള്ളത്തിൽ ക്യാപ്സിക്കവും പാസ്തയും കൂടി ഒന്ന് ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പാസ്ത ചേർത്തിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് അടിച്ചട വെക്കാം. എന്നിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കാം. ഞാൻ ചെറിയ അടുപ്പിലേക്ക് നമ്മളെ പാസ്തന്റെ മിക്സ് മാറ്റി വെച്ച് ചെറിയ തീയിൽ അവിടെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ അതിലങ്ങ് കിടന്ന് വെന്തോളും, എല്ലാം ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പൊ ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്, ചെറിയ തീയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചട്ടിയിലെ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ബട്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്തോളൂ കേട്ടോ. 1 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂണ് ഓയിൽ, അതായത്
ഒരു ടേബിൾ സ്പൂൺ ഓയിലോ 1 ടേബിൾ സ്പൂൺ ബട്ടറോ ആ രീതിയിലാണ് എടുക്കുക. അപ്പോൾ ഇതാ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ 1 ടീസ്പൂണ് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ചെറിയ 2 അല്ലി ഉണ്ടാവും, അത് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ. ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ തീയിലേ വെക്കാവും, ഇല്ലെങ്കിൽ ബട്ടർ അങ്ങ് കരിഞ്ഞിട്ട് കളറ് മാറിപ്പോക്കുക നമ്മുടെ സോസിൻ്റെ. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്തി കൊടുക്കട്ടെ. മൈദയും നമുക്ക് ഈ ബട്ടറിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ മൈദ ഒക്കെ ഒന്ന് മൈദന്റെ പച്ചമണമൊക്കെ മാറി ഒന്നൊന്ന് ഇതായി വന്നിട്ടുണ്ടേ, അല്ലെ ഒരു പച്ച ചോയ്ക്കലുണ്ടാവും, അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ അങ്ങ് പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാലാണ് വേണ്ടിയത്. അപ്പൊ അതാ ഇന്ന് നമുക്ക് കുറേശ്ശായിട്ട് ആദ്യം ഒഴിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചെടുത്ത് 1/4 കപ്പ് ഒഴിച്ചെടുത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പൊ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്നിച്ചങ്ങ് ആഡ് ചെയ്ത് വെച്ചപ്പോൾ മൈദ അങ്ങ് കട്ട ഇട്ടിക്കും. അപ്പൊ ആദ്യം കുറച്ചൊന്ന് ആഡ് ചെയ്ത് മൈദ അങ്ങ് അതിൽ മിക്സ് ചെയ്താൽ പിന്നെ കട്ടിട്ടു. ഇതാ നമ്മുടെ സോസ് തിളച്ചിട്ട് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതാ ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ ഇത്തിരി ഒറിഗാനോ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ അതേപോലെ ഒരിത്തിരി കുരുമുളക് ചതച്ചതും, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യും. ഉപ്പൊക്കെ നമുക്ക് നോക്കട്ടോ, നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്തി കൊടുക്കാം, അതിനനുസരിച്ച് ചേർത്തിയാൽ മതിയേ. ഞാൻ ഇതിലേക്ക് ഒരു ക്രീം ചീസിന്റെ ഒരു ചെറിയ സ്ലൈസ് ഇട്ട് കൊടുക്കുകയാണേ. ഇത് ഓപ്ഷനലാണ്, ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളെ പാലിന്റെ തന്നെ അതാ നല്ല കുറുകി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ചേർത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും, ഒന്നുകൂടി ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇതുകൂടി ഒന്ന് ചേർത്തി കൊടുക്കട്ടെ. ഇതാ നമ്മളെ സോസ് ഇവിടെ റെഡിയാണ്. ഇതാ നമ്മള് ചീസും ഇതിലിട്ട് ഒന്ന് ഉരുകിണ്ടാവും. അത് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ പാസ്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാസ്ത ഇവിടെ ഉണ്ട്, ഞാൻ ഈ അടുപ്പിലേക്ക് തന്നെ മാറ്റി വെച്ചു. കറക്റ്റ് നല്ലോണം എല്ലാ പാസ്തയിലേക്കൊക്കെ ആ മഷ്റൂമിന്റെ എല്ലാം പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മളെ സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. നന്നായിട്ട് നമുക്ക് പാസ്തയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരിത്തിരി മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചീസിന്റെ ഒന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതിയേ. ഇനി ഉള്ളിത്തണ്ട് ഉണ്ടെങ്കിൽ അത് ചേർത്തിക്കോളൂ. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിയില ചേർത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾ പാസ്ത ഇവിടെ റെഡിയാണ്. വേണമെങ്കിൽ ഇതാ ഒരിത്തിരി ചില്ലി ഫ്ലേക്സ് ഇല്ലേ, വറ്റൽമുളക് ചതച്ചത്, അത് മേലിട്ട് കൊടുത്തിട്ടുണ്ട്. ഭംഗിക്ക് എരിവുണ്ടാവും ഇത്തിരി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ പാസ്തനേക്കും ഒരു പടി മുമ്പിലാണ്. നല്ല ഇവിടെയൊക്കെ കുട്ടികൾക്കായാലും ചിക്കൻ പാസ്തനേക്കും ഇഷ്ടം ഇതാണ് എല്ലാവർക്കും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കും കേട്ടോ. താങ്ക് യു.